അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുപള്ളി, നിലപാട്, സർക്കാരിൻ്റെ നിലപാട്, SFIയുടെ നിലപാട്, പിന്നെ വിസ്റ്റത്തിൻ്റെ നിലപാട്, രാഹുൽ അടക്കം ഹിന്ദു റൈറ്റ് ആക്ടിവിസ്റ്റുകളുടെ നിലപാടൊക്കെ പറഞ്ഞു. പ്രതിപക്ഷത്തിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളതിൽ ചെറിയൊരു കൺഫ്യൂഷനുണ്ട്. ഇതിപ്പോൾ ലീഗ് ഇതിനകത്ത് പറയുന്നത് പെട്ടെന്ന് ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് പോലും തൽക്കാലം പങ്കെടുക്കണ്ട, ഇതൊന്ന് കഴിയട്ടെ എന്നിട്ട് പറഞ്ഞാൽ മതി, ഉള്ളുകൊണ്ട് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നില്ല, പക്ഷേ ഞങ്ങൾക്കിത് പ്രകടമാക്കാനും കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങളും ലീഗ് പോകുന്നൊരു സ്ഥിതി. എല്ലായിടത്തും ചർച്ച നടത്തിയിട്ട് പരിഹരിച്ചാൽ മതി എന്ന് പ്രതിപക്ഷം പറയുകയാണ്. ദുരഭിമാനമൊക്കെ വിട്ട് ചർച്ച ചെയ്യണമെന്ന് പറയുമ്പോൾ പ്രതിപക്ഷവും കാണുന്നുണ്ടായിരിക്കുമല്ലോ, സ്കൂൾ യൂണിഫോമിൽ കുട്ടികൾ സൂംബ കളിക്കുന്നത്, ഇത് നിർബന്ധമായിട്ട് നടപ്പാക്കുന്നതല്ല എന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴും ഇതിലൊരു സർക്കാർ എന്തോ ചർച്ച നടത്താതൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നൊരു നിർബന്ധ ബുദ്ധി കാണിക്കുകയാണെന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷ നേതാക്കന്മാരുടെ ആ വാക്കുകളിൽ ഒരു ശ്രമമുണ്ട്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ എന്താണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്? അല്ല അപർണ, നോക്കൂ, ഇന്ത്യയെ സംബന്ധിച്ച് വൈവിധ്യങ്ങളുടെ ഉള്ളിൽ തന്നെ നിൽക്കുമ്പോൾ ഏകത്വത്തിലേക്ക് പോകുന്ന സങ്കല്പമാണ് രാഷ്ട്രീയമായും സാംസ്കാരികമായും നമ്മൾ കൈക്കൊണ്ടുവരുന്നത്. അത് കേരളത്തിൻ്റെ കാര്യത്തിലും വ്യത്യസ്തമല്ല. നമ്മൾ ഒരേ സമയത്തു തന്നെ മുസ്ലിം ആയിരിക്കുമ്പോൾ നമ്മൾക്ക് പൂരങ്ങൾ കാണാൻ പറ്റും, ഒരേ സമയത്ത് ഹിന്ദു ആയിരിക്കുമ്പോൾ നമ്മൾ അടുത്ത പള്ളിയിലെ പെരുന്നാൾ കൂടാൻ പോകും, ഒരേ സമയത്ത് ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ നമ്മൾ ബലി പെരുന്നാളിന് അപ്പുറത്ത് പോയി ആട്ടിറച്ചി കൂട്ടിയുള്ള ബിരിയാണി കഴിക്കാൻ പോകുന്ന ഒരു സമ്പ്രദായം കേരളത്തിൽ കൂടുതലായി കാണുന്നുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ അടുത്തിടെയായി പച്ചവെള്ളത്തിന് പോലും വർഗീയത, തീ പിടിപ്പിക്കുന്ന രീതിയിലുള്ള വർഗീയത കേരളത്തിൻ്റെ മണ്ണിൽ, കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയുടെ ഉള്ളിൽ, വിവിധ ഗ്രൂപ്പുകളുടെ ഉള്ളിൽ, അതിൽ X or Y എന്നതില്ല, വിവിധ ഗ്രൂപ്പുകളുടെ ഉള്ളിൽ പരീക്ഷിച്ച് വിജയിക്കാൻ ചിലർക്ക് സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിന്നു കൊടുക്കരുത് എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. ഇനി അങ്ങ് ചോദിച്ചത് വളരെ ക്ലിയറായി പറയാം. എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട്? കോൺഗ്രസിൻ്റെ നിലപാട് ബഹുമാനപ്പെട്ട KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും പറയുന്നതാണ്. എന്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? ഞങ്ങൾ ലോകം തന്നെ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു കാര്യം കണ്ടുപിടിച്ച് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള രാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഇവിടുത്തെ യുവജനങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു കാലത്ത് സൂംബ വേണ്ട എന്ന് പറയാൻ പറ്റില്ല. സ്വാഭാവികമായും കോൺഗ്രസ് പോലെ ഒരു പുരോഗമന പ്രസ്ഥാനത്തിന് ഒരു കാരണവശാലും സൂംബയെ തള്ളിപ്പറയാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വിദ്യാർത്ഥികളുടെ മാനസിക ഉല്ലാസത്തിനാവട്ടെ, അവരുടെ കായിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനാവട്ടെ, എന്തിനുമാവട്ടെ, അത്തരം കാര്യങ്ങളിൽ സൂംബ പാടേയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ബാൻ, സൂംബയുടെ മേലൊരു ബാൻ അടിച്ചേൽപ്പിക്കാൻ ആര് ശ്രമിച്ചാലും കോൺഗ്രസ് അതിൻ്റെ ഒപ്പം ഉണ്ടാവില്ല. അതുതന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടവും KSUവിൻ്റെ അധ്യക്ഷൻ ശ്രീ അലോഷ്യസ് തേവറും വളരെ കൃത്യമായി പറഞ്ഞത്. ഞങ്ങളുടെ 3 സംഘടനകൾ, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU, ഈ 3 സംഘടനകളാണ് ഈ വിഷയത്തിൽ നിലപാട് പറയേണ്ടത്. ഇനി എന്താണ് പ്രതിപക്ഷത്തിൻ്റെ ആശങ്ക? ആ ആശങ്ക സ്വാഭാവികമായും വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ, ഒരു മാറ്റം മുമ്പോട്ട് വെക്കുമ്പോൾ അവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച നടത്താറുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാറുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല. നോക്കൂ, രാജ്യത്തൊരു നിയമം കൊണ്ടുവന്നാൽ ആ നിയമം ബില്ലാവുന്ന സമയത്ത് തന്നെ ഞാനും അപർണയും രാഹുൽ ഈശ്വറും അടങ്ങുന്ന ഇവിടുത്തെ പൗരന്മാർക്ക് അഭിപ്രായം അറിയിക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായും ഒരു വളരെ എന്താ പറയുന്നത്, ഒരു അതോറിറ്റേറ്റീവ് ഡിസിഷൻ, ഒരു എക്സിക്യൂട്ടീവ് ഡിസിഷൻ എടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി സംസാരിക്കണം. അപ്പോൾ അപർണ ഈ ചർച്ചയുടെ തുടക്കം തൊട്ട് അങ്ങ് പറഞ്ഞത് ആ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി സർക്കാർ സംസാരിച്ചിരുന്നു എന്നാണ്. തെറ്റാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതിൽ ഒന്നാമത്തെ സ്റ്റേക്ക് ഹോൾഡർ ആരാണ്? ഒന്നാമത്തെ സ്റ്റേക്ക് ഹോൾഡർ വിദ്യാർത്ഥിയാണ്. രണ്ടാമത്തെ സ്റ്റേക്ക് ഹോൾഡർ ആ വിദ്യാർത്ഥികളുടെ പേരൻസ് ആണ്. മൂന്നാമത് അധ്യാപകരാണ്. നാലാമതാണ് സർക്കാർ വരിക. വിദ്യാർത്ഥികളുമായി സംസാരിക്കണ്ടേ? വിദ്യാർത്ഥി സംഘടനകളുമായാണ് നമ്മൾ സംസാരിക്കുക, അല്ലേ? വിദ്യാർത്ഥി സംഘടനകളിൽ KSUവുമായി സംസാരിച്ചിട്ടില്ല. ഞാൻ വളരെ ഔദ്യോഗികമായി പറയുന്നു. SFIയുമായി സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 2 പേരൻസുമായി സംസാരിക്കുമ്പോൾ എല്ലാ PTA-കളെയും വിളിച്ചു കൂട്ടാൻ പറ്റില്ല. വിവിധ തെരഞ്ഞെടുക്കപ്പെടുന്ന PTA പ്രതിനിധികൾക്ക് അല്ലെങ്കിൽ പേരൻസിന് അഭിപ്രായം അറിയിക്കാൻ സാധിക്കണം. ഇപ്പോൾ അപർണയെ പോലെ, രാഹുലിനെ പോലെ ഞാനും ഒരു പേരൻ്റാണ്, പക്ഷേ എൻ്റെ കുട്ടി സ്കൂളിൽ പോകാറായിട്ടില്ല എന്ന് മാത്രം. പക്ഷേ അപ്പോൾ നമുക്കുള്ള കൺസേൺസ് ഉണ്ട്. ആ കൺസേൺസ് അഡ്രസ്സ് ചെയ്യണം. 3, എവിടെയാണ് പ്രശ്നമുണ്ടായത്? ഈ സൂംബ എന്ന് കേൾക്കുമ്പോൾ സൂംബിയുടെ വേഷധാരം ഇട്ടോണ്ട് സൂംബ എന്തോ സൂംബിയാണ്, ഇപ്പോൾ കടിച്ചു പിടിക്കും എന്നുള്ള നിലയിൽ ആരെങ്കിലും നിലപാടെടുത്താൽ അത് തെറ്റാണ്. 1. 2, അയ്യോ എല്ലാവരും സൂംബ കളിച്ചാൽ മതിയാവുകയുള്ളൂ എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് എക്സിക്യൂട്ടീവ് അതോറിറ്റേറ്റീവ് ഡിസിഷൻ അത് കൊണ്ടുവന്നത് അതും തെറ്റാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ, അപ്പോൾ അപർണ ചോദിക്കും, സർക്കാർ അങ്ങനെ പറഞ്ഞില്ലല്ലോ, സർക്കാർ തിരിച്ചും പറഞ്ഞില്ലെന്നേ. സർക്കാർ എവിടെയാണ് വ്യക്തത വരുത്തിയത്? ഇന്ന് ഞാനിപ്പോൾ ന്യൂസ് 18 ആർക്കൈവ്സ് നോക്കുകയായിരുന്നു. ന്യൂസ് 18 ആർക്കൈവ്സിൽ പോലും 4 മണിക്കൂർ മുമ്പാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ശിവൻകുട്ടി എല്ലാവരുമായി ചർച്ച നടത്തുമെന്ന് പറഞ്ഞു.
അത് ഏതാണ്ട് 6 മണിക്കൂർ മുമ്പാണ് നിങ്ങളുടെ മറ്റൊരു വീഡിയോ വന്നിരിക്കുന്നത്. ഇത് നിർബന്ധമല്ല. അതായത് സർക്കാർ വളരെ ക്ലിയറായി പറഞ്ഞിരുന്നെങ്കിൽ, സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡറിൽ അല്ലെങ്കിൽ അവരുടെ ഡിസിഷനിൽ 1-2 വാക്കുകൾ അധികമായി ചേർത്തിരുന്നെങ്കിൽ ഒരു തരത്തിലും കോൺട്രവേഴ്സി ആവാത്തൊരു വിഷയത്തെ കോൺട്രവേഴ്സി ആക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ സർക്കാർ പ്രവർത്തിച്ചത് എന്നത് ചോദ്യമായി സ്വാഭാവികമായി ഉയർത്തപ്പെടും. അങ്ങനെ ഉയർത്തപ്പെടുന്നത് പാമ്പ് ചത്താൽ വാർത്ത പരുന്തു ചാവുന്നോടം വരെയാണെന്നുള്ള സ്വാഭാവിക നയം വെച്ച് ഒരു പാമ്പ് ചത്ത വാർത്ത, അതായത് കേരളത്തെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട വാർത്ത, നിലമ്പൂരിലെ വലിയ തോൽവിയുമായി ബന്ധപ്പെട്ട വാർത്ത, സർക്കാരിൻ്റെ പരാജയവുമായി ബന്ധപ്പെട്ട വാർത്ത, ഇത്തരം വാർത്തകൾ എന്ന് പറയുന്ന പാമ്പ് ചത്ത വാർത്ത മാറ്റാൻ വേണ്ടി പരുന്തിനെ മനഃപൂർവ്വം തല്ലിക്കൊന്നതാണോ സർക്കാർ എന്നുള്ള ചോദ്യം മുമ്പോട്ട് പോകും. ശരി, വസന്ത്, ഇന്നാണ് നിങ്ങൾ അറിഞ്ഞത് ഇത് കമ്പൽസറിയാണ്, ഇത് വ്യാഴാഴ്ചയാണ് സ്കൂളുകളിൽ സൂംബ വരുന്നത്. സൂംബ പരിശീലനം നടക്കുന്നത് പഠനമല്ല, ഞാനിപ്പോഴും പറയുന്നത് പരിശീലനമാണ്. വ്യാഴാഴ്ചയാണ് സൂംബ വരുന്നത്. സർക്കാർ സ്കൂളുകളിൽ സൂംബ വരുന്നു. അതിൽ വേണ്ട കുട്ടികൾക്ക് കളിക്കാം എന്ന് സ്കൂളിൽ പറയുന്നു. അതിൽ കളിക്കാതെ, താല്പര്യമില്ലാത്ത കുട്ടികൾ കളിക്കാതെ മാറി നിൽക്കുന്നു. ഞാൻ താല്പര്യമില്ലാത്ത കുട്ടികൾ മാറി നിന്നു എന്ന് പറയുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നതുകൊണ്ടാണല്ലോ. അങ്ങനെ മാറി നിൽക്കുന്നു വ്യാഴാഴ്ച. അപ്പോൾ ഇന്ന് ഞായറാഴ്ച, അപ്പോൾ എത്ര ദിവസമായി? സ്വാഭാവികമായിട്ടും സ്കൂളിൽ ഇത് നിർബന്ധം പറഞ്ഞിട്ടില്ല. ഒരു കുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച സ്കൂളിൽ ഇത് ചെയ്യിപ്പിച്ചിട്ടില്ല. ഇതൊന്നും അന്വേഷിക്കാതെ, ഇതൊന്നും പരിശോധിക്കാതെ ഇവിടെ അടിച്ചേൽപ്പിക്കുന്നു എന്ന് വിസ്റ്റത്തിന്റെ പ്രതിനിധി പറയുന്നു. അത് തന്നെ പ്രതിപക്ഷവും കോൺഗ്രസും പറഞ്ഞാൽ എങ്ങനെ ശരിയാവും വസന്ത്? ഒറ്റ മിനിറ്റ്, ഒന്ന് ഞാൻ ഇടപെട്ടോട്ടെ. താങ്കൾ ആവർത്തിച്ച് പറയുന്നതായതുകൊണ്ടാണ് അല്ല പറഞ്ഞത് ശ്രീമതി അപർണ. ഞങ്ങൾ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. ഞങ്ങൾ പറഞ്ഞത് സർക്കാർ ഇത് പറയുമ്പോൾ, ഇപ്പം അങ്ങ് പറയുന്നത് പോലെ സ്കൂളുകളിൽ അടിച്ചേൽപ്പിക്കുന്നില്ലായിരിക്കാം, സ്കൂളുകളിൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കുകയുമില്ല. കാര്യം അത്രമാത്രം റിയാക്റ്റീവായ, അത്രമാത്രം പൗരബോധമുള്ള കുട്ടികളാണ് ഇന്ന് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഉള്ളത്. അപ്പോൾ അവരോട് ഇതിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ നടക്കില്ല, പോയി പണി നോക്കുക എന്ന് പറയുന്ന കുട്ടികൾ തന്നെയാണ്. താല്പര്യമില്ലെങ്കിൽ അതൊരു വല്ലാത്ത വ്യാഖ്യാനമായി പോയി വസന്ത്. സർക്കാർ ചെറിയ കുട്ടികളോട് ഒരു കാര്യം പറയുന്നു, നിർബന്ധിക്കുന്നേ ഇല്ല. അവര് ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധം ഉന്നയിക്കുന്നതിന് മുൻപ് തന്നെ അങ്ങനെ ഒരു നിർബന്ധം അവിടെ ഉണ്ടാകുന്നില്ല. അതിനുശേഷം കുട്ടികൾ ഇങ്ങനെ ആയതുകൊണ്ട് സർക്കാരിന് അത് അടിച്ചേൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അതല്ലാതെ സർക്കാർ അത്തരത്തിലൊരു നിലപാടേ കൊണ്ടുവന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ വയ്യ. ഇത് വ്യാഴാഴ്ച നടന്നാണ്, വ്യാഴാഴ്ച നടന്ന കാര്യമാണ്. വ്യക്തത വരുത്താൻ ബുദ്ധിമുട്ട്, താല്പര്യമില്ലാത്ത വസന്ത്, നിങ്ങൾക്ക് ഈ പറയുന്നവർക്ക് കാര്യങ്ങൾ എന്താണ് നടക്കുന്നതെന്ന് കാള പെറ്റു എന്ന് കേട്ടപ്പോൾ കയറെടുത്തവർ പ്രതിഷേധിക്കുന്നത് കുറ്റമാണ്. ഇത് നിർബന്ധിച്ചാണോ നടപ്പാക്കിയെന്ന് നിങ്ങൾക്ക് സ്കൂളിൽ അന്വേഷിക്കാം, കുട്ടികളോട് ചോദിക്കാം. ഇതൊന്നും ചെയ്യാതെ ഞങ്ങൾ ഇതിനെ എതിർക്കും, എല്ലാവരെയും അടിച്ചേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്തു? കുട്ടികളോട് നിർബന്ധിച്ച് കളിപ്പിച്ചോ എന്ന് പോലും ഈ പ്രതിഷേധിക്കുന്നവരോ പ്രസ്താവനകളുമായി വരുന്നവരോ അന്വേഷിക്കാത്തത് എന്താണ്? ശ്രീമതി അപർണ, ഞങ്ങൾ ഒന്നാമത് അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഇതിനെതിരായി പ്രസ്താവനയുമായി വന്നിട്ടില്ല, ഞങ്ങൾ ഇതിനെ എതിർത്തിട്ടുമില്ല, പ്രതിഷേധിച്ചിട്ടുമില്ല. അത് അങ്ങ് വ്യക്തമാണ്. ഞാൻ വളരെ നിർബന്ധമല്ല എന്നത് വ്യക്തമായില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത് പറഞ്ഞു. വസന്തിന് ഒരു കൺഫ്യൂഷൻ ആയിട്ട് വന്നു. നിർബന്ധമായിരുന്നു, ഇപ്പോഴാണ് നിർബന്ധമാക്കാതായത്. ആ കൺഫ്യൂഷൻ ആ കൺഫ്യൂഷൻ ഞങ്ങൾ പറഞ്ഞതല്ലെന്നേ. ആ കൺഫ്യൂഷൻ ഇവിടുത്തെ പേരൻസ് അടങ്ങുന്ന വിവിധ സംഘടനകൾ ഉന്നയിക്കുകയാണ്. ആ സംഘടനകൾക്കുള്ളിൽ പേരൻസ് ഉണ്ടല്ലോ, അവരുന്നയിച്ചപ്പോൾ അവരെ കൂടി അഡ്രസ്സ് ചെയ്യാതെ നിങ്ങൾ വരൂ, നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ പ്രശ്നം, നമുക്ക് പരിഹരിക്കാമല്ലോ. അപ്പം നിങ്ങൾ പറയുന്നത് പോലെ അങ്ങനെയല്ല. ഇത് സർക്കാർ നിർബന്ധിച്ച് നടപ്പിലാക്കുന്നില്ല എന്ന് പറയാൻ സർക്കാരിന് എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഈഗോ ഉണ്ടോ? സർക്കാരിന് ഈഗോ വസന്ത് അത് പറയരുത്, അത് UDF പറയരുത് വസന്ത്. കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രതിഷേധിക്കുന്നവരോടെല്ലാം ചർച്ച ചെയ്ത് ഇവർക്കൊക്കെ ഉറപ്പ് കൊടുത്തിട്ട് എന്ത് പരിഷ്കാരം കൊണ്ടുവരും? അങ്ങനെ എത്ര പരിഷ്കാരമാണ് കോൺഗ്രസ് കൊണ്ടുവന്നിരിക്കുന്നത്? ഇതൊരു ഇച്ഛാശക്തിയാണ്. ഒരു പരിഷ്കാരം നടത്തുമ്പോൾ അത് എന്താണ് എന്ന് പരിശോധിക്കേണ്ട ബാധ്യത അതിനെ എതിർക്കുന്നവർക്കുണ്ട്. അല്ലാതെ എതിർക്കുന്നവർ എന്തൊക്കെയോ പറഞ്ഞ് എതിർക്കുന്നവരെ പോയി മുഴുവൻ കൺവിൻസിങ് ചെയ്യേണ്ട ബാധ്യതയാണോ? അങ്ങനെ എത്ര പരിഷ്കാരം കൊണ്ടുവരും? എന്ത് പഠിപ്പിക്കും ഇവിടെ?
ശ്രീമതി അപർണ, ഞാൻ പറഞ്ഞത് അവരെ എല്ലാം അങ്ങ് കൺസേൺ ചെയ്യണം എന്നല്ല പറഞ്ഞത്. സർക്കാരിന്റെ ഒരു നയത്തിൽ അതിലൊരു വ്യക്തതയില്ലായ്മയുണ്ട് എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ അതൊന്നും പറ്റില്ല കേട്ടോ, കുറച്ച് ദിവസങ്ങൾ കാത്തിരിക്കും, ആ ദിവസങ്ങൾ കൊണ്ട് മുതലെടുക്കാവുന്നവരെല്ലാം മുതലെടുത്തോട്ടെ, അത്രയും ദിവസം ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് 6-7 ദിവസം കഴിഞ്ഞ് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ 5-6 ദിവസം കഴിഞ്ഞ് വന്ന് വ്യക്തത വരുത്തേണ്ട എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? വി ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതൊരു വിഷയമായി വരുമ്പോൾ തന്നെ അത് പരിഹരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ ക്ലിയറായി പറഞ്ഞല്ലോ, ഞാനതുകൊണ്ടാണ് ഈ ചർച്ചയിൽ സൂംബയെ അനുകൂലിച്ച് ഏറ്റവും ശക്തമായി വാക്ക് പറഞ്ഞ ആൾ ഞാനാണ്. അത് രാഹുൽ ഈശ്വർ അടക്കം അംഗീകരിക്കും. സൂംബയെ സൂംബിയായി കാണുന്നവർ തെറ്റാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ ഈ ചർച്ചയിൽ വേറെ ആരെങ്കിലും പറഞ്ഞോ? അത്ര ക്ലിയറായ നിലപാട് കോൺഗ്രസിനുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അങ്ങനെ അത് അവർ പേരൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, ലീഗലി പറഞ്ഞാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് അവർ കൺസേൺ പറഞ്ഞാൽ, അവർക്കൊരു കൺഫ്യൂഷൻ പറഞ്ഞാൽ അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. വസന്ത് നിരാശപ്പെടുത്തുന്നതാണ്. അങ്ങനെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് PTA യുടെ പ്രതിഷേധമുണ്ടോ, അധ്യാപക സംഘങ്ങളുടെ പ്രതിഷേധമുണ്ടോ? നിങ്ങൾ 50% വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതസ്ഥാപനങ്ങളാണ്. 50% കേരളത്തിലെ സ്കൂളും കോളേജും, 50 കൂടുതൽ ഈ മതസംഘടനകളും സാമുദായിക സംഘടനകളും ആത്മീയ സംഘടനകളും നടത്തുന്നതാണ്. കേരളത്തിലെ മികച്ച സ്കൂളുകളൊക്കെ ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം മാനേജ്മെന്റ് ഭാഗമാണ്. ഇവരെല്ലാം സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൂടെയല്ലേ ഒരു വിദ്യാഭ്യാസത്തിൽ ലാർജർ വരുമ്പോൾ. നേരത്തെ ഈ സൂംബയാണ് ഇനിയും പുരോഗമനവാദത്തിന്റെ അടിസ്ഥാനമെന്ന് വരെ നമ്മുടെ വസന്ത്ജി പറയുകയുണ്ടായി. എനിക്ക് വിയോജിപ്പുണ്ട്, പക്ഷേ അദ്ദേഹം പറയുകയുണ്ടായി. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗത്തിന് മതവിശ്വാസ ആത്മീയ സംഘടനകളോട് ചോദിച്ചതുകൊണ്ട് അവർക്കെന്തോ അടിമപ്പെട്ടു എന്നൊക്കെയാണ്. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. പണ്ടത്തെ CPM-ന്റെ സ്റ്റാൻഡ് അല്ല. രാഹുൽ, ഞാനൊന്നും പറയുന്നില്ല. രാഹുൽ, ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഓരോ പോയിന്റ് അരച്ച് കലക്കിയിട്ടാണ് രാഹുൽ വരാറുള്ള എല്ലാ ചർച്ചയിലും. ഈ ആർട്ടിക്കിൾ 28 വായിച്ചിട്ട് തന്നെയാണ് രാഹുൽ ഇവിടെ വന്ന് സ്റ്റേറ്റ് ഫണ്ടഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്ന കാര്യത്തിലാണ് രാഹുൽ ഇരുന്ന് ഈ 50% കുറിച്ച് പറയുന്നത് അല്ലേ രാഹുൽ? നമ്മൾ